കുറേ ചിരിപ്പിക്കുകയും അതേപോലെ തന്നെ കുറേ വെറുപ്പിക്കുകയും ചെയ്തൊരു പടമാണ് ഡി ഡി നെക്സ്റ്റ് ലെവൽ. നമ്മുടെ കഴിഞ്ഞ ഡി ഡി പടമില്ലേ, ഡി ഡി റിട്ടേൺസ്, എനിക്ക് അതേപോലെ തന്നെയാണ് ഈ ഒരു പടം ഫീൽ ചെയ്തത്. അതിൽ കറക്റ്റായിട്ട് പറയാനാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് അതിൻ്റെ ഇൻ്റർവെൽ എത്തിയപ്പോൾ എനിക്ക് ഇറങ്ങി ഓടാൻ തോന്നിയൊരു പടമായിരുന്നു ഡി ഡി റിട്ടേൺസ് എന്ന് പറഞ്ഞ പടം. അത്രയധികം വെറുപ്പിച്ചു. തിയേറ്ററിൽ ആളെയെല്ലാം ഭ്രാന്ത് പിടിച്ച് കണ്ടൊരു പടമാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് ആ പടം വേറെ ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കുറേ കോമളിത്തരങ്ങൾ തന്നെയായിരുന്നെങ്കിലും കുറേ ഇങ്ങനെ അട്ടഹസിച്ച് ചിരിക്കാനുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഡി ഡി റിട്ടേൺസിൽ. അതേപോലെ തന്നെയാണ് ഈ ഒരു പടത്തിൽ. പക്ഷേ ഇതിൽ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നല്ല, സ്കാറ്ററായി കിടക്കുകയാണ് കുറേ സ്ഥലത്ത്. കുറേ ഒരു 10 മിനിറ്റ് നമ്മൾ വെറുപ്പിക്കും, അടുത്തൊരു 10 മിനിറ്റ് നമ്മൾ ചിരിപ്പിക്കും, പിന്നെയും 10 മിനിറ്റ് വെറുപ്പിക്കും, ചിരിപ്പിക്കും. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ടാണ് ഈ സിനിമയുടെ എൻ്റെ ഒരു ലോഫറായിട്ട് മുഴുവൻ കിടക്കുന്നത്. ആൻഡ് ഇതിപ്പോൾ ലോജിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോയി ഒന്നുമില്ല. ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെറൈനാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറയില്ല, ആ ഒരു സെറ്റപ്പാണ്. സോ സ്ഥിരമായിട്ട് സിനിമ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ അവരെ പിടിച്ചിട്ട് ഒരു സിനിമയ്ക്കകത്ത് തന്നെ ഇട്ട് അതിനകത്തുള്ള ഒരു സർവൈവൽ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഈ സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. സോ ആ ഒരു പ്ലോട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു ഫാൻറ്റസി എലമെൻ്റ് ഉള്ള ഒരു ടച്ചാണ്. മറ്റതൊക്കെ തന്നെ ഒരു ഹൊറർ ജോണറിൽ പോകുന്ന ഒരു ഐറ്റം ആയിരുന്നെങ്കിൽ ഇതിലും ആ ഒരു ബിൽഡിംഗ് അതിനകത്ത് നടക്കുന്ന പ്രേതം ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ അതിലേക്ക് എത്താനും അതിൻ്റെ ആ ഒരു പ്ലോട്ടിൽ ഇങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രിമേഴ്സാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. ആൻഡ് അത് കംപ്ലീറ്റ്ലി ഒരു 100% എൻജോയബിൾ ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ സ്ഥലത്ത് സിനിമ വെറുപ്പിക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ ഇങ്ങനെ ക്രിഞ്ചടിച്ച് നമുക്കിങ്ങനെ എന്ത് കൂള പരിപാടിയാണ് ഇവർ കാണിക്കണമെന്നൊക്കെ തോന്നും. അതേപോലെ തന്നെ ചില സാധനങ്ങളൊക്കെ നമ്മൾ മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ മനസ്സ് വിട്ട് ചിരിക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് സിനിമയിൽ. ഇപ്പോൾ കഴിഞ്ഞ പടത്തിൽ എനിക്ക് വേണമെങ്കിൽ നമ്മുടെ പൊട്ടരാജേന്ദ്രൻ്റെ ഒരു ഡോറിലൊരു സീക്വൻസ് ഉണ്ട്. ആളതിന് മേലെ കയറി നിന്ന് ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോഴുള്ളൊരു സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും ആലോചിക്കാൻ നമുക്ക് ചിരി വരും. എന്നാൽ അത് മാരകമായിട്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ആ ഒരു സിറ്റുവേഷനിൽ അത് അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അധികം നമുക്ക് ഹ്യൂമർ അല്ലെങ്കിൽ നല്ല കോമഡിയുള്ള സാധനം നമുക്ക് കിട്ടാറില്ല. ഇപ്പോൾ എന്ത് പറഞ്ഞാലും ക്രിഞ്ചാണ്, അല്ലെങ്കിൽ എന്ത് കിട്ടിയാലും അല്ലെങ്കിൽ എന്ത് കാണിച്ചാലും ഊക്കാണ് എല്ലാവർക്കും കിട്ടാറ്. സോ അതുകൊണ്ട് ഇങ്ങനത്തെ പടങ്ങൾ എടുക്കാൻ തന്നെ കുറേ പേര് നോക്കുന്നില്ല. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു പടം വരുമ്പോൾ അതിന് മാക്സിമം എൻജോയ് ചെയ്ത് കാണുക എന്നുള്ളൊരു മോഡിലായിരുന്നു ഞാൻ കയറിയത്. സോ ആ ഒരു ട്രെയിലറിൽ ഈ ഒരു ഫിലിം റിവ്യൂ ആൻഡ് ഈ പറയുന്ന പോലെ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നൊരു പ്ലോട്ടൊക്കെ ആയിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ സിനിമയിൽ എത്തിച്ചത്. ആൻഡ് അതിനോടൊപ്പം തന്നെ ഈ ഒരു ഓൾറെഡി കണ്ട ആ ഒരു സിനിമകളിൽ അല്ലെങ്കിൽ ആ ഒരു കോംബോ വരുമ്പോൾ ഉണ്ടാവുന്ന കുറേ ലോഫറായിട്ട് അത് സിനിമയിൽ പ്രോമിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സന്താനവും മൊട്ടരാജേന്ദ്രനും അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ തന്നെ ഒരു ഇപ്പോൾ കിങ്സ്ലി ഉണ്ട്, അങ്ങനത്തെ മറ്റ് ക്യാരക്ടേഴ്സൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ചില സീക്വൻസുകൾ, ചില സെറ്റ് പീസ് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സിനിമയിൽ നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു റെഫറൻസ് ഉണ്ട്. അങ്ങനത്തെ എടുത്തു പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പടം കാണുമ്പോൾ അത് നിങ്ങളുടെ ആസ്വാദനം ബാധിക്കും. പക്ഷേ അതൊക്കെ തന്നെ അങ്ങനത്തെ കുറേ റെഫറൻസുകളും ചില അവസാന പോർഷനിലൊക്കെ എത്തുമ്പോൾ ഈ മണി ഹെസ്റ്റിലെ പാട്ടൊക്കെ അടക്കം വെച്ചിട്ട് കുറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ നമുക്ക് ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ അത് കുറേ സമയത്ത് ഒരു 50-50 ആയിട്ടാണ് ഈ സിനിമയിൽ പറയാൻ പറ്റുള്ളൂ. 50% വെറുപ്പിക്കും, അതേ 50% നമ്മൾ ചിരിപ്പിക്കും. സോ ഈ സിനിമ കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൂടി ഇത് മനസ്സിൽ വയ്ക്കുക. ഇതൊരു കംപ്ലീറ്റ് ലോഫറായിട്ടല്ല, നിങ്ങൾ ക്ഷമ പരീക്ഷിപ്പിക്കും എന്നിട്ടേ ചിരിപ്പിക്കുള്ളൂ. പിന്നെ ആ ഒരു മോഡൽ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് വരും. സോ കണ്ടിറങ്ങി വരുമ്പോൾ നമ്മൾ ചിരിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. എന്നാൽ ഒരു സിനിമയിലെ ഒരു 100% അതില്ല, ഒരു 50% ഉള്ളൂ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഒരു പോർഷൻ മാത്രമായിട്ട് കിടക്കാതെ അവിടെ ആയിട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഒരു എൻജോയബിൾ വാച്ച് അല്ലെങ്കിൽ ഒരു ഫൺ വാച്ചായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു പടം. സോ അതിന് ട്രെയിലറിന്ന് കണ്ടുവെക്കുക, അല്ലെങ്കിൽ ഇതിനു മുമ്പ് പുറത്തിറങ്ങിയിട്ടുള്ള മറ്റ് ഡി ഡി പടങ്ങളൊന്ന് കണ്ടുവെക്കുക. ഫസ്റ്റ് പാർട്ടും ഡി ഡി റിട്ടേൺസ് ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ആ ഒരു മോഡ് അല്ലെങ്കിൽ ആ ഒരു വൈബ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പടത്തിന് കയറിയാൽ മതി. എനിക്ക് ആ ഒരു പാറ്റേൺ ഭയങ്കര ഇഷ്ടമാണ്. സോ ആ രീതിയിൽ ഞാൻ എൻജോയബിൾ ആയിട്ട് അല്ലെങ്കിൽ ഞാൻ എൻജോയ് ചെയ്തിട്ട് കണ്ടൊരു പടമാണെന്ന് പറയാം. എനിക്കിത് കണ്ടു കഴിയുമ്പോൾ തോന്നിയത് ഇതിലെ കുറച്ച് സീക്വൻസുകളും ഈ ഡി ഡി റിട്ടേൺസിലെ ആ ഒരു സെക്കൻഡ് ഹാഫ് മുഴുവനും ഇത് രണ്ടും കൂടി ക്ലബ്ബായിട്ട് ഒരു പടമാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ഒരു 90% നമുക്ക് 2 മണിക്കൂർ ഇരുന്ന് ചിരിക്കാനുള്ള കുറേ എലമെൻറ്റ്സ് ഈ 2 സിനിമകളിലായിട്ട് തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഡി ഡി ഫ്രാഞ്ചൈസിൽ 3ാമത്തെ പടമാണ്. ദില്ലിക്ക് ദുഡു എന്നല്ല, ഇത് ഡെവിൾസ് ഡീലോ അങ്ങനെ എന്തൊക്കെയാണ് ഈ പടത്തിന് ഒരു പേര് കൊടുത്തിട്ടുള്ളത്. അതെന്താണ് ആ ഒരു പേര് ചേഞ്ച് ഇനി വല്ല കോപ്പിറൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ആ ഒരു ഫ്രാഞ്ചൈസിലെ 3ാമത്തെ പടം തന്നെയാണ്. എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പിൻ ഓഫ് ആണ്. അവർ വേറെ ക്യാരക്ടേഴ്സിനൊക്കെ കൊണ്ടുവന്ന് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. സോ കുറച്ച് നേരം ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാവുന്ന ഒരു ഐറ്റമാണ് ഡി ഡി റിട്ടേൺസ് ഡി ഡി നെക്സ്റ്റ് ലെവൽ. സോ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.